ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം നിഷേധിക്കാതെ UDF കൺവീനർ അടൂർ പ്രകാശ് മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയൂ. തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ എന്നും അടൂർ പ്രകാശ് കോഴിക്കോട് പറഞ്ഞു. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം UDF നേതാക്കൾ പരസ്യമാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് കോഴിക്കോട് വെച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. UDF സഹകരിക്കാൻ കഴിയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമെന്നും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അത് യോജിച്ച് നിന്നുകൊണ്ടും ഞങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആളുകളുമായി തീർച്ചയായിട്ടും ഞങ്ങൾ യോജിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കും. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വർഗീയ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുമെന്ന് തന്നെയാണ് പരോക്ഷമായി UDF കൺവീനർ പറഞ്ഞു വെച്ചത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും കൂട്ടരുടെയും നീക്കത്തിനെതിരെ മുന്നണിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.